ഇന്ദിരാഗാന്ധിക്ക് ഭരണത്തുടർച്ച കിട്ടിയോണ്ട് ആപത്തുണ്ടായിട്ടുണ്ട്. ഉറപ്പല്ലേ? കാരണം ഇന്ത്യ ഇന്നത്തെ അളവിലുള്ള നാശത്തിന് കാരണം അതിന് തുടങ്ങുന്ന അടിയന്തരാവസ്ഥയിലാണ്. മനുഷ്യൻ മറന്നുപോകും. പണം, അധികാരം, പ്രസിദ്ധിയൊക്കെ കിട്ടിയാലുണ്ടല്ലോ മറന്നുപോകും, മതിമറന്നുപോകും. അത് ചെയ്യരുത്. ആ കുടുംബവാഴ്ചയുടെ പ്രശ്നമുണ്ട്. കോൺഗ്രസിൻ്റെ തെറ്റുകളിൽ ഒന്നാ കുടുംബവാഴ്ചയാണ്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും. ഭൂരിപക്ഷം കിട്ടി. മുഖ്യമന്ത്രിയായിട്ട് വന്നത് നായനാരാ. പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രിയാകുന്നത് VS-നെ ചൂണ്ടിക്കാണിച്ച്, അനിയത്തെ കാണിച്ച് ചേച്ചിയെ കെട്ടിക്കുന്നമാരുള്ളൊരു ഏർപ്പാടാണ് ചെയ്തത്. അദ്ദേഹത്തെ ഫിഡിൽ കാസ്ട്രോ ആണെന്ന് പറഞ്ഞു, അദ്ദേഹത്തെ മേലോട്ട് തട്ടി. മുഖ്യമന്ത്രി ഏതാരാ? പിണറായി. രണ്ടാം പിണറായി സർക്കാരിന് ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്ത് പിണറായിക്ക് തന്നെ കൊടുത്താ. പക്ഷെ ഇതേ ലോജിക്ക് നമുക്ക് ഇന്ത്യയുടെ കേന്ദ്രത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നെഹ്റു ഏകദേശം 10-14 വർഷത്തോളം ഭരിച്ചു. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ നീണ്ട ഭരണം. അപ്പൊ അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഇതുപോലെ ഇല്ലാതായി പോയത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ, സ്ഥാപിക്കാൻ പറ്റുമോ? നെഹ്റു 14 കൊല്ലം 17 കൊല്ലം ഭരിച്ചു. നെഹ്റു അസാധാരണമായ വിധത്തിൽ മഹാനായൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം കൊണ്ട് ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യക്ക് പ്രത്യേകിച്ചും വിശേഷിച്ച് ഏഷ്യക്ക് വലിയ നേട്ടമുണ്ടായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഹോർമൂസ് കടലിടുക്കുന്ന ചർച്ചയിൽ സൂയസ് കനാല് ദേശാൽക്കരിച്ചു ഈജിപ്ത്. അതിന് പിന്തുണ കൊടുത്ത ആളാണ് നെഹ്റു. ജമാൽ അബ്ദുൽ നാസർ അന്നത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു. അപ്പം നെഹ്റുവിൻ്റെ മാറ്റിവെക്കുക, അത് ഗാന്ധിയുടെ മാറ്റിവെക്കുന്ന മാറ്റി. ഇന്ദിരാഗാന്ധിക്ക് ഭരണത്തുടർച്ച കിട്ടിയോണ്ട് ആപത്തുണ്ടായിട്ടുണ്ട്. ഉറപ്പല്ലേ? കാരണം ഇന്ത്യ ഇന്നത്തെ അളവിലുള്ള നാശത്തിന് കാരണം അതിന് തുടങ്ങുന്ന അടിയന്തരാവസ്ഥയിലാണ്. അടിയന്തരാവസ്ഥ എന്തിനുണ്ടായത്? അന്ന് അലഹബാദ് ഹൈക്കോടതി എന്തു പറഞ്ഞു? അവരുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി. സുപ്രീം കോടതി പോയി. സിംഗിൾ ബെഞ്ച് പറഞ്ഞു അവർക്ക് തുടരാം, പക്ഷേ വോട്ട് ചെയ്യാൻ പാടില്ല. ഈ സമയത്താണ് ആപത്താന്ന് തോന്നിയിട്ട് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് സത്യത്തിൽ ഇവിടുത്തെ RSSന് വളമായത്. 48 ജനുവരി 30 ഗാന്ധിയെ കൊന്ന ഉടനെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. ബ്രിട്ടീഷുകാർ അവരെ നിരോധിച്ചിട്ടില്ല. 1-2 ജില്ലകളിലെ പ്രവർത്തനം മാത്രമാണ് നിരോധിച്ചത്. കാരണം അവർ ബ്രിട്ടീഷുകാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അവരുടെ ഒളിവ് ജീവിതം, അന്നത്തെ അവരുടെ ത്യാഗം, പിന്നീടുണ്ടായ ജനാധിപത്യത്തിന് വേണ്ടി വന്ന സമരത്തിൽ ജയപ്രകാശ് നാരായണൻ അവരെ കൂടെ കൂട്ടിയത്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഭരണ തുടർച്ച കൊണ്ടാണ് കോൺഗ്രസ് നശിച്ചത്, സംശയമില്ല. അതിൽ നെഹ്റുവിനെ നിങ്ങൾ മാറ്റി നിർത്തുക, ബാക്കി ആരെ പറ്റിയും പറഞ്ഞോളൂ. കേരളത്തിൽ അത് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് കേരളം രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഈ കേരളത്തിൻ്റെ ഇന്നത്തെ പുരോഗതിക്ക് ആരാണ് കാരണം? ഒന്നാമത് പുറത്തുനിന്ന് വന്ന പണമാണ്. പിന്നെ LDFന് അതിൽ പങ്കുണ്ട്, UDFന് പങ്കുണ്ട്. അത് LDFന് മാത്രമാണെന്നോ UDFന് മാത്രമാണെന്നോ പറയാൻ പറ്റില്ല. അതൊക്കെ ഈ ഭരണമാറ്റം കൊണ്ടാണ്. ഭരണമാറ്റമാണ് നമ്മളെ രക്ഷിച്ചത്. മറ്റു പല സംസ്ഥാനങ്ങളിലും കഷ്ടപ്പെട്ട എന്താ? ഭരണ തുടർച്ചയാണ്. അപ്പം മുഖ്യമന്ത്രിമാർക്ക്, ഉപമുഖ്യമന്ത്രിമാർക്ക്, നേതാക്കന്മാർക്കൊക്കെ വെച്ച നിലയായി. മറന്നുപോയതൊക്കെ മനുഷ്യൻ മറന്നുപോകും. പണം, അധികാരം, പ്രസിദ്ധിയൊക്കെ കിട്ടിയാലുണ്ടല്ലോ മറന്നുപോകും, മതിമറന്നുപോകും. അത് ചെയ്യരുത്. ഞാൻ അതിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നെഹ്റുവിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ 10 കൊല്ലം മുമ്പ് 1937 അന്ന് ചില ഇടക്കാല തെരഞ്ഞെടുപ്പും സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവും എന്ന് തോന്നിയ ഘട്ടത്തിൽ കൽക്കട്ട ക്രോണിക്കിൾ എന്നുള്ള പത്രത്തിൽ, ഇംഗ്ലീഷ് പത്രത്തിൽ നെഹ്റുവിനെതിരായിട്ടൊരു ലേഖനം വന്നു. ആ ലേഖനത്തിൽ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണത്, ഇത്തരത്തിൽ നെഹ്റുവിന് അധികാരം, നേതൃത്വം, പ്രസിദ്ധി കിട്ടിയാൽ അദ്ദേഹം വൈകാതെ ഒരു ഫാസിസ്റ്റ് ആവാൻ, ഏകാധിപതിയാവാൻ എല്ലാ സാധ്യതയുമുണ്ട്. അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും കരുതിയിരിക്കേണ്ടതെന്നാണ്. ആ ലേഖനം എഴുതിയ ആളുടെ പേര് ചാണക്യൻ. ചാണക്യൻ എന്നുള്ള പേരെ ലേഖനം വന്നത്. അന്വേഷിച്ച് വന്നപ്പോൾ എന്താ രസം അറിയോ? ആ ലേഖനം നെഹ്റു എഴുതിയതാണ്. താൻ പാർട്ടിക്കകത്തും ഗവൺമെൻറ്റിലും നേതൃത്വത്തിൽ തുടർന്നാൽ താൻ ചീത്തയാവാൻ ഇടയുണ്ട് എന്ന് അവനവനോട് പറയല്ല നെഹ്റു ചെയ്ത്. അത് ഇംഗ്ലീഷ് പത്രത്തിൽ ലേഖനമായിട്ട് കള്ളപ്പേരിൽ എഴുതാൻ നെഹ്റു ചെയ്ത്.
ആ അളവിൽ നെഹ്റുവിന് അവനവൻ്റെ ഉള്ളിലെ അധികാരപ്രമത്തതയെപ്പറ്റി ബേജാറുണ്ടായിരുന്നു. അത് വ്യത്യാസം ആലോചിച്ച് നോക്കിയാൽ മതി. പക്ഷെ നെഹ്റുവിനെ അതിൽ നിന്ന് മാറ്റി നിർത്തിയാലും നെഹ്റു കുടുംബത്തിനെ അതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നില്ലല്ലോ. നെഹ്റു കുടുംബം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് നെഹ്റുവിന് ഉത്തരവാദിത്തമല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, നെഹ്റു ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് ആകെ ഒരു സന്താനമേ ഉള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നിട്ടേ ഇല്ല. ഇന്ദിരാഗാന്ധി ആദ്യമായി അധികാരത്തിൽ വരുന്ന എപ്പോഴാണ്? നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി ഭരിക്കുമ്പോൾ അവർ വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായി. നെഹ്റു ഒരിക്കലും അവർ അധികാരത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അതിന് നെഹ്റുവിന് ഉത്തരവാദിത്തമല്ല. നെഹ്റു ഉള്ളപ്പോൾ അവർ പാർട്ടിയിലുണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ വാഴ്ചയിൽ ഉണ്ട്, അത് ശരിയാണോ ശരിയല്ല അതൊക്കെ നമുക്ക് വിമർശിക്കാം. അതിന് നെഹ്റുവിനെ കുറ്റം പറയണ്ട. ആ കുടുംബവാഴ്ചയുടെ പ്രശ്നമുണ്ട്. കോൺഗ്രസിൻ്റെ തെറ്റുകളിൽ ഒന്ന് ആ കുടുംബവാഴ്ചയാണ്, സംശയമില്ല. ഇപ്പം ഇത് പറഞ്ഞതുപോലെ നെഹ്റുവിന് ശേഷം ഈ കോൺഗ്രസ്സിൽ ശക്തരായിട്ടുള്ള നേതാക്കളെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഇപ്പം ഇന്ദിരാഗാന്ധി ഉണ്ട്, അതിനുശേഷം കോൺഗ്രസിനെ ഒന്ന് മുന്നിൽ നിന്ന് നയിക്കുവാൻ, ഇന്ത്യ മൊത്തത്തിൽ കോൺഗ്രസിനെ വളർത്തുവാൻ പറ്റിയിട്ടുള്ള നേതാക്കളൊന്നും കോൺഗ്രസിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, നേതാക്കന്മാരുണ്ടായിരുന്നു. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, പല നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ കെ കാമരാജ് വലിയൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് 2-3 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം തെക്കനാണ്. 2, ദ്രാവിഡനാണ്. 3, 10 പൈസ കയ്യില്ലാത്ത ഒരാളാണ്. വലിയ മഹാനായ നേതാവ്. അപ്പോൾ രാജാജി ഉണ്ടായിരുന്നു. അവരൊക്കെ തെക്കന്മാരാണ്. അപ്പോൾ തെക്കുന്ന ഒരാൾ അവിടെ ചെല്ലുന്നത് ആന്ധ്രക്കാരൻ നരസിംഹറാവുക. അദ്ദേഹത്തിന് എല്ലാ ഭാഷകളും അറിയാം, 10-16 ഭാഷ അറിയാം, വലിയ പണ്ഡിതനാണ്. അപ്പോൾ നേതാക്കന്മാർ ഇത്തരം നെഹ്റുവിൻ്റെ ഒക്കെ മഹത്വമുള്ള നേതാക്കന്മാർ അത്ര എളുപ്പത്തിൽ ഉണ്ടാവില്ല. ഇപ്പം നേതാക്കന്മാരുണ്ടായിട്ടില്ല എന്നല്ല, ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെയാണ്, ഇപ്പോൾ ഞാൻ പറയാം, ഇവിടെ ഇപ്പോൾ വലിയ നേതാക്കന്മാർ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു, അതേ അവിടെ ഒന്നും എത്തിയില്ല. ഉദാഹരണം പറയാം. അല്ലെ കേശവനും ഉണ്ടായിരുന്നു, KP കേശവനും നേതാക്കന്മാരുണ്ടായിരുന്നു. പിന്നെ CK ഗോവിന്ദൻ നായർ, അങ്ങനെ പലരും ഇവിടെ നേതാക്കന്മാർ. വളരെ ആദർശശുദ്ധിയുള്ള ഒരാളായിരുന്നു CK ഗോവിന്ദൻ നായർ. അപ്പോൾ അവരൊന്നും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ അവിടെ എത്തൂല. വലിയ അത്ഭുതമാണ്. ഒരു മലയാളി, ചെറ്റൂർ ശങ്കരൻ നായർ, ഒരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആദ്യകാലത്ത്. അദ്ദേഹം ഗാന്ധിയോട് കലഹിച്ചിട്ടാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയത്. ഗാന്ധി ആൻഡ് അനാർക്കി എന്നൊരു പുസ്തകം എഴുതി. ഗാന്ധിയുടെ രീതികളോടൊക്കെ എതിരായിരുന്നു അദ്ദേഹം. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നെഹ്റുവിന് ശേഷം ഏറ്റവും വലിയ നേതാവ് ആരാന്ന് വെച്ചാൽ, ഇപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി വളരെ നല്ല നേതാവായിരുന്നു. വളരെ നല്ല അദ്ദേഹമാണ് ഈ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യമൊക്കെ ഉണ്ടാക്കി. വളരെ നല്ല ആളായിരുന്നു. അഴിമതി ഇല്ലാത്ത ഒരാളാണ്, സ്വയനോഷോധമില്ലാത്ത ആളാണ്. ഇത് കേരളത്തിലേക്ക് അല്ല, ഞാൻ ശാസ്ത്രിയുടെ ഒരു കാര്യം ആലോചിക്കുകയാണ്. ശാസ്ത്രിയുടെ അമ്മയോട് ഒരിക്കൽ അദ്ദേഹം ഡൽഹിക്ക് വരാൻ പറഞ്ഞു. ട്രെയിനിൽ കയറി വരാനാണ് ഏർപ്പാടാക്കിയത്. അദ്ദേഹത്തിന് തിരക്കായതിനോട് വന്ന് കൂട്ടാൻ പറ്റില്ല, വേറെ ആരുമില്ല. അപ്പോൾ അവർ ഡൽഹിക്ക് പോകാൻ വേണ്ടി വന്നപ്പോൾ ആ ട്രെയിൻ നേരത്തെ പോയി. ഇവർ വരാൻ വൈകി. അത് സമയത്ത് പോയി, ഇവർ വരാൻ വൈകി. പാവം സ്ത്രീ, കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ, അപ്പോൾ ഡൽഹിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ അവിടെ ആ സ്റ്റേഷനിൽ ഒരാളുണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? ഇന്നതാണ്. എവിടേക്കാണ് പോകേണ്ടത്? ഡൽഹിക്കാണ് പോകേണ്ടത്. അപ്പം നിങ്ങളുടെ മകൻ ഡൽഹിയിലുണ്ടോ? ഉണ്ട്. എന്താ പേര്? അവൻ്റെ പേര് ലാൽ എന്നാണ്. മുഴുവൻ പേരെന്താ? പേര് ലാൽ ബഹദൂർ എന്നാണ്. ശാസ്ത്രീയ അദ്ദേഹം പാസ്സായ പരീക്ഷയുടെ പേരാ. ലാൽ എന്നാണ് വിളിക്കുന്നത്. എന്താ പണി? അവന് തീവണ്ടിയിൽ എന്തോ പണിയാണ്. അപ്പം അന്വേഷിച്ചത് എന്താ? റെയിൽവേ മന്ത്രിയത്. ഇവരുടെ മന്ത്രിയുടെ അമ്മയെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായതാ എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അദ്ദേഹം ഒരു ട്രെയിൻ അപകടം ഉണ്ടായി. അദ്ദേഹം രാജിവെക്കാൻ നോക്കിയാൽ നെഹ്റു സമ്മതിച്ചില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 2 ട്രെയിൻ അപകടം ഉണ്ടായി. അദ്ദേഹം രാജിവെച്ചു. നെഹ്റുവിന് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. ഇന്നിപ്പോൾ ആലോചിക്കാൻ പറ്റുമോ? എന്നിട്ട് നെഹ്റു എന്താ ചെയ്തതെന്നറിയാം? ശാസ്ത്രിയെ തൻ്റെ മന്ത്രിസഭയിൽ വകുപ്പില്ലാ മന്ത്രിയാക്കി. അങ്ങനെ ഒരു വകുപ്പ് നേരത്തെ നമുക്ക് അറിയില്ല. വകുപ്പില്ലാ മന്ത്രി. അമ്മാതിരി നേതാക്കന്മാരുണ്ടായിരുന്നു. ഇതിപ്പം പക്ഷേ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ LDF നേതൃത്വത്തിലുള്ള ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
UDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം വരുമ്പം ഏത് നേതാവിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക? അതൊന്നും നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നതിന്, രാഷ്ട്രീയത്തിൽ അങ്ങനെ പറയുന്നതിന് അർത്ഥമല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 86 നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരാളാണ് KR ഗൗരി. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും, ഭൂരിപക്ഷം കിട്ടി, മുഖ്യമന്ത്രിയായിട്ട് വന്നത് നായനാരാ. അപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കൊന്നും വലിയ കഥയില്ല. ഇപ്പോൾ 2016 നിങ്ങൾ ആരെ ചൂണ്ടിക്കാണിച്ചത്? VS അച്യുതാനന്ദനെ. ഭൂരിപക്ഷം കിട്ടി. ആരാ മുഖ്യമന്ത്രിയായത്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രി ആകുന്നത് VS-നെ ചൂണ്ടിക്കാണിച്ച്, അനിയത്തെ കാണിച്ച് ചേച്ചിയെ കെട്ടിക്കുന്നമായിട്ടുള്ളൊരു ഏർപ്പാടാണ് ചെയ്തത്. അദ്ദേഹത്തെ ഫിഡിൽ കാസ്ട്രോ ആണെന്ന് പറഞ്ഞു, അദ്ദേഹത്തെ മേലോട്ട് തട്ടി. മുഖ്യമന്ത്രി ഏതാരാ? പിണറായിയാണ്. രണ്ടാം പിണറായി സർക്കാരിന് ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്ത് പിണറായിക്ക് തന്നെ കൊടുത്താ. അത് പിണറായിക്ക് തന്നെ കിട്ടി. പിണറായിക്ക് ഒരു മാൻഡേറ്റ് കിട്ടിയപ്പോഴാ 21 ഗവൺമെൻറ് കിട്ടിയ മാൻഡേറ്റാ. മറ്റത് PS-ന് കിട്ടിയതാ. അന്നിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ആരാ മുഖ്യമന്ത്രിയാവുക? അപ്പോൾ എനിക്കൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, എനിക്ക് പറയാൻ അറിഞ്ഞും കൂടാ. പിന്നെ അന്നിപ്പോൾ പറഞ്ഞതിന് കഥയില്ല. അതിപ്പോൾ സതീശനാവോ, രമേശ് ചെന്നിത്തലയാവോ, KC വേണുഗോപാലാവോ, K സുധാകരനാവോ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അപ്പോൾ വരട്ടെ. രാഷ്ട്രീയം അങ്ങനെയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പെട്ടെന്ന് താഷ്കണ്ടിൽ നിന്ന് മരിച്ചു എന്നാരും കണക്കൂട്ടിയോ? രാഷ്ട്രീയത്തിൽ യാദൃശ്ചികതകൾ ഭയങ്കരമാണ്. ഭാഗ്യം വലിയ ഘടകമാണ്. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കണ്ടിട്ടല്ല നമ്മൾ LDF മാറണമെന്നോ UDF വരണമെന്നോ പറയുന്നത്. മുഖ്യമന്ത്രി അപ്പോൾ അന്നത്തെ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒരാൾ ജയിച്ചില്ല, മുഖ്യമന്ത്രി ആക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നമുക്കിപ്പം LDF മാറണമെന്ന് ആഗ്രഹിച്ച് നമ്മളിപ്പം UDF-ന്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ കൂടി ഇപ്പം നമ്മൾ കാണുന്നത് UDF-ൽ മൊത്തം തമ്മിൽ തല്ലുകളും അസ്വാരസ്യങ്ങളും പിരിഞ്ഞു പോക്കും കടന്നുവരവും ഒക്കെ ഭയങ്കരമായിട്ട് കാണും. ഇതൊക്കെ ഇപ്പോൾ LDF-ലുണ്ട്. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ LDF-ലുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ CPI-യുടെ ഒരു MLA ആയിരിക്കുമെന്ന് തന്നെ മുകുന്ദനാണ് BJP പോയത്. ഇപ്പോൾ CPM-നകത്തു നിന്നാണല്ലോ ഇപ്പോൾ PK ശശി വരുന്നത്, അല്ലെങ്കിൽ G സുധാകരൻ വരുന്നത്, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ വരുന്നത്, അല്ലെങ്കിൽ TK ഗോവിന്ദ മാഷ് വരുന്നത്. അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. മറ്റൊരു കുറച്ചുകൂടി തുറന്നതാണ്. കോൺഗ്രസിനകത്ത് തമ്മിത്തല്ല അതിന് എല്ലാ കാലത്തുള്ളതാണ്. തമ്മിലടി എല്ലാ കാലത്തുള്ളതാണ് കോൺഗ്രസ്സിൽ. അതൊക്കെ എപ്പോഴും ഉണ്ട്. അതൊക്കെ പണ്ടും ഉണ്ട്. ഇപ്പോൾ കരുണാകരൻ ആൻ്റണി വഴക്ക് എത്ര ഇതിനേക്കാളൊക്കെ വലിയ വഴക്കായിരുന്നില്ലേ കരുണാകരൻ ആൻ്റണി ഗ്രൂപ്പിൻ്റെ കാലത്തെ വഴക്ക്? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ്. അതൊക്കെ CPM-ന് ഇടയ്ക്കുണ്ട്, നമ്മൾ പുറത്തറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചിലതിപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറയുമ്പോഴോ TK ഗോവിന്ദൻ പറയുമ്പോഴോ അല്ലെ രാജേന്ദ്രൻ പറയുമ്പോഴോ നമ്മൾ അറിയുന്നത് മാത്രം. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെതിരായിട്ടുള്ള ഒരു നുണേശൻ എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ഈ കേരള യാത്ര തുടങ്ങി, കാസർഗോഡ് തുടങ്ങി യാത്രയുടെ ഇടയിൽ അദ്ദേഹം പറഞ്ഞ കള്ളങ്ങൾ പറയുകയും ആ കള്ളങ്ങളെ പൊളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ വാദങ്ങൾ വീണ്ടും ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരം കള്ളങ്ങൾ പറയുന്ന രീതിയിലേക്ക് അത് നമ്മൾ വസ്തുതയാണെന്ന് തോന്നുന്നു. കാരണം VD സതീശൻ തന്നെയാണ് ഇതും പറയുന്നത്, രണ്ടും പറയുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇങ്ങനെയുള്ളൊരു സംഗതി ഞാൻ പറയുന്നത് VD സതീശൻ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് ഞാനെന്നല്ല ആരും പറയില്ല. പിണറായി വിജയൻ കള്ളം പറയുന്നില്ലേ, ഗോവിന്ദ മാഷ് കള്ളം പറയുന്നില്ലേ? ഒറ്റ ഉദാഹരണം എല്ലാവരും കണ്ടതല്ലേ, ചാനലിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിൻ്റെ നേരെ കരിങ്കടി കാണിക്കാൻ വേണ്ടിയിട്ട് KSUവിൻ്റെ 4-5 പ്രവർത്തകർ വരുന്നത് അല്ലേ? അവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നില്ല എന്ന് കോടതി പറഞ്ഞ പോലീസല്ലേ? അവരത് ആക്രമിക്കാൻ പോയതിന് ഒരു തെളിവില്ല എന്ന് പറഞ്ഞ റെയിൽവേ പോലീസല്ലേ? എന്നിട്ട് എന്താണ് ഇവിടുത്തെ സഭയുടെ സ്പീക്കർ ഷംസീർ, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറയാണ്. ഗോവിന്ദ മാഷാണ് പറഞ്ഞത് എന്ത്? അവർ കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് ഓടിച്ചു. 10-30 പോലീസുകാർക്ക് പിന്നെ എന്താ പണി? അതിനല്ലേ പോലീസില്ലാതെ അവരെവിടെയും പോകുന്നുണ്ടോ? ഇവരുടെ കയ്യിൽ ഒരു ആയുധമില്ല, പിന്നെ ഇത് എങ്ങനെ പിടിച്ച് തിരിച്ചത്? അപ്പം ഇത്തരം കള്ളം VD സതീശൻ കളവ് പറഞ്ഞിട്ടില്ല എന്നോ പറയുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല. VD സതീശൻ മാത്രമല്ല കളവ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് അങ്ങനെ പറയാൻ എനിക്ക് വളരെ നാണക്കേടുണ്ട്. സഭയുടെ സ്പീക്കർ അങ്ങനെ പറയുക, സംസ്ഥാന മുഖ്യമന്ത്രി അങ്ങനെ പറയുക, പ്രതിപക്ഷ നേതാവ് പറയുക, ഒക്കെ കഷ്ടമാണ്. ഇവരെല്ലാം കളവ് പറയുന്നുണ്ട്. ഇപ്പോൾ പലരും ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? അർദ്ധസത്യം, അല്ലെങ്കിൽ അസത്യം, അല്ലെങ്കിൽ അതിശയോക്തി. ഇതാണ് സത്യം മാത്രം പറയുക. അപ്പോൾ ഒന്നും വേണ്ട, കളവ് പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത ഒരാളാണ് KB ഗണേഷ് കുമാർ.
അതേ ഒരിക്കലും സഭയെ പറയുന്നത് എന്താണ്? സത്യമാണ് എൻ്റെ ദൈവം എന്നാ. ഗാന്ധിജി പറഞ്ഞൊരു വാക്കാണത്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ലേഖനത്തിൽ എഴുതിയിരുന്നു, ഇനി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം കൂടി ഗണേശകുമാർ പറയാൻ ബാക്കിയുള്ളൂ.